ഹലോ, അസ്സലാമലൈക്കും. രാവിലെ തന്നെ ഒരു യാത്ര അങ്ങോട്ടായാലോ, അതും ബൈക്കിൽ. ഞാനും എന്റെ കെട്ടിയോനും തമ്മിൽ ബൈക്കിൽ യാത്ര വളരെ കുറവാണ്. മഴ പെയ്ത് കിടക്കുന്നതൊന്നല്ല കേട്ടോ, റോഡ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കാം. കോറിയിലേക്കുള്ള വണ്ടികളുടെ ചാകരയാണ് ഇവിടെ. പൊടി പാറാതിരിക്കാൻ വേണ്ടി അവര് നനച്ചിടുന്നതാണ്. രാവിലെയും വൈകുന്നേരം ഇതിലൂടെ ലോറികൾ പാഞ്ഞിട്ട് നമുക്ക് യാത്ര വളരെ ടാസ്ക്. അപ്പൊ അതൊന്നല്ലല്ലോ നമ്മുടെ വിഷയം, എന്തിനാ പോണേന്നല്ല. കാലിന് പണി കിട്ടിയിരിക്കുകയാണെങ്കിലും പോവാതിരിക്കാൻ പറ്റൂല. ഇതൊന്നും രാവിലത്തെ മഞ്ഞല്ല കേട്ടോ ഗൈസ്, പൊടിയാണ് പൊടി. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി വീട്ടിലേക്ക് വിളിച്ചപ്പോ നമ്മുടെ ഉമ്മച്ചിക്കുട്ടിക്ക് ഇയർ ബാലൻസ് അങ്ങോട്ട് തെറ്റിയിട്ട് വീണ് കിടക്കുക. ഇത്രയൊക്കെ ഓക്കെ ആയി പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് ഇവിടെ ഇരുന്നാൽ സമാധാനം കിട്ടൂല. അപ്പൊ ഈ കാലും വെച്ച് അങ്ങോട്ട് അതിനുള്ളത് അവിടെ ചെന്നാ കേക്കാം. അപ്പൊ നമ്മൾ പെട്രോളൊക്കെ അങ്ങോട്ട് അടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി. എന്റെ കാക്കൂന് എന്റെ വീടിന്റെ അടുത്ത് പണിയായതുകൊണ്ട് എനിക്ക് പോവാൻ വളരെ എളുപ്പമായി. രാവിലെ തന്നെ ആളെ സോപ്പിട്ട് ചാക്കിട്ട് ആ വണ്ടിയിൽ അങ്ങോട്ട് കയറി. രാവിലെ തന്നെ മദ്രസ കുട്ടികൾ പോകുന്നത് കണ്ടപ്പോൾ ഞാനും എന്റെ പഴയ കാലത്തിലേക്ക് അങ്ങ് പോയി. ഞാനും അങ്ങനെ പോയിരുന്നൊരു കാലം കൂടിയും കളിച്ചും ചിരിച്ചും പട്ടി ഓടിപ്പിച്ചും നല്ല രസമായി. അകമലൊക്കെ എത്തിയപ്പോൾ ഒന്നും കൂടെ തണുപ്പ് കൂടി. പിന്നെ തന്നെയുള്ള ഈ ബൈക്ക് യാത്ര വളരെയധികം എൻജോയ് ചെയ്തു. ഉത്രാളിക്കാവിന്റെ അവിടെയൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. പ്രത്യേകിച്ച് കാക്കുവിന്റെ കൂടെ ആവുമ്പോൾ എപ്പോഴും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഇത്. ഇതിന് ഇപ്രാവശ്യം ഗേറ്റട കിട്ടിയില്ല, അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ പോസ്റ്റ് ആവല. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ, ദൂരെ നിന്ന് നോക്കും. ഞാൻ ഒന്നും കൂടെ ഉദിച്ച് തലയുടെ മുകളിൽ വന്ന് നിൽക്കുമ്പോഴല്ലേ നിക്കക്കളി ഇല്ലാതാവും. വാലി അനക്കാതെ തന്നെ തൂക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷെ മിണ്ടാൻ പറ്റില്ലല്ലോ, എന്റെ വാശിയാണല്ലോ വരണം എന്നുള്ളത്. വെളുപ്പിന് തന്നെ പോന്നോണ്ട് നല്ല രസവുമാണ് യാത്ര. വെയിലും കൊള്ളണ്ട, ഒന്നും വേണ്ട. ഉഷിഞ്ഞ് വയ്യാതാവണേന് മുന്നേ വീടെത്താം. മണ്ണുത്തി കൂടി വരുന്നത് കൊണ്ട് തന്നെ നല്ല നല്ല ഗാർഡൻസും ചെടികളും തൈക്കളും കശുമാവിൻ തോട്ടവും എല്ലാം കണ്ട് അങ്ങനെ നോക്കിയിരുന്നു. ഇവിടെ അങ്ങോട്ട് എത്തിയപ്പോ നല്ല ഒരു ഒന്നൊന്നര മാരുതം വന്ന് ഞങ്ങൾ തള്ളു വീണില്ലെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മണ്ണുത്തി ഹൈവേക്ക് അങ്ങോട്ട് കയറായിട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്, ഇനി വീടെത്താനായി എന്നുള്ളൊരു സമാധാനം. കാല് വേദനിച്ചിട്ട് എങ്ങനെയും വീടെത്തിയാൽ മതി എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് തൃക്കൂര് പാലത്തിന്റെ മുമ്പിൽ ഒരു ലോറി ഇതാ വന്നിങ്ങനെ ബ്ലോക്കാക്കി കിടക്കും. പണ്ട് നമ്മുടെ കാക്കുട്ടൻ എന്നോട് ചായ വേണോന്ന്, ഞാനുണ്ടോ വേണ്ട പറയുന്നു. ഒരു ചായയും ഒരു ഉഴുന്നുവടയും അങ്ങോട്ട് തട്ടി. അങ്ങനെ ചൂടുള്ള ചായ കഷ്ടപ്പെട്ട് വേഗം ഊതി മോന്തി അങ്ങോട്ട് കയറി വണ്ടിയുമേ. ഞൊണ്ടി നടക്കേണ്ടത് കൊണ്ട് ഈ വഴിയിലെ ഇറക്കം വളരെയധികം ടാസ്ക് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ അനിയൻ ആഷിക്കിന്റെ വീട്ടിലായിരുന്നു. അവൻ വർക്കിന് പോകാൻ വേണ്ടി അളിയനെയും വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അവനും അവന്റെ ഡാഡിയും ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ ഇറങ്ങി പുറത്തേക്ക് വന്നു. അവർക്ക് വർക്കിന് പോകാൻ ടൈം ആയതിനാലും വീട് ഇവിടെ കുറച്ച് അടുത്തായതിനാലും എന്നോട് മെല്ലെ ഒറ്റക്കാല് വെച്ച് വണ്ടി ഓടിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോയിക്കോളാം. വീട്ടിലേക്ക് കയറി ഉമ്മച്ചിയെ കണ്ട് സമാധാനമായപ്പോൾ ഞൊണ്ടി മെല്ലെ പുറത്തേക്ക് വന്നു. ഇതിന്റെ ഉമ്മറത്തുള്ള ചാമ്പയിൽ നിറയെ ഗ്രീൻ ചാമ്പയ്ക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ടായി. അത് കുറെ പൊട്ടിച്ചങ്ങട് കഴിച്ചു. അല്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും ഉണ്ടായാൽ എന്റെ കണ്ണിൽ പെട്ടിട്ടേ മറ്റാർക്കും കിട്ടുള്ളൂ. അപ്പൊ ടാറ്റ ബൈ ബൈ.